ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചന്റെ നാമകരണ നടപടിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുകയും ഏതാനും വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ ഒരു അനുഭവമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം ജപമാലകളിലൂടെ ഒരുമിച്ചിരുന്ന് ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചന്റെ നാമകരണ നടപടിയെ സഹായിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അതിനു പിന്നിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന വൈദികരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരുമായിട്ടുള്ള സകലരെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുമായിട്ട് നമുക്ക് സാധിച്ചു. അനേകം വൈദികരും വൈദിക ശ്രേഷ്ഠരും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു, നമ്മുടെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടന്നുപോയ വഴികളെല്ലാം നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ജോസ് പൊടിമറ്റം സാറ് ഏകദേശം 100ഓളം ലേഖനങ്ങൾ, ചെറുലേഖനങ്ങളിലൂടെ ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചന്റെ ജീവിതത്തെയും ആശയത്തെയും ആദർശത്തെയും അനുഭവങ്ങളെയും ദൈവാനുഭവത്തെയും ഒക്കെ നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുവാനായിട്ടും അനേകർക്ക് അതിലൂടെ ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചനെ അറിയുവാനും അതുപോലെ തന്നെ അടുത്ത് അനുഗമിക്കുവാനും അനുകരിക്കുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അനേകരുടെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചന്റെ നാമകരണ നടപടിയിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എങ്കിലും നമുക്ക് ശക്തമായിട്ട് ഇനിയും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇത് ജൂബിലി വർഷമാണ്. ഈ മഹാജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ്കൻ സഭയുടെ 800ാമത്തെ വാർഷികത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചനെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവ കരുണയിൽ സമർപ്പിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നാമകരണ നടപടികൾ കൃത്യമായ ഡോക്യുമെന്റുകളോടുകൂടി കൃത്യമായ രേഖകളോടുകൂടി പുരോഗമിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് ജോസാറും അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള മറ്റ് അഡ്മിൻസും നേതൃത്വം വഹിക്കുമ്പോൾ അവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദേവദാസൻ പുത്തമ്പറമ്പിൽ തോമച്ചന്റെ മാധ്യസ്ഥതയിലേക്ക് നമ്മുടെ ഇടയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന സകലരെയും വലിയ സഹനങ്ങളോടെ കടന്നുപോകുന്ന സകലരെയും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.